ഹായ് മക്കളെ, അപ്പൊ നമ്മൾ +2 പല സ്കൂളുകളിലും ക്ലാസ് തുടങ്ങി. അപ്പോൾ നമ്മൾ +1 കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ കുറെ തീരുമാനം എടുത്തിട്ടുണ്ടാവും അല്ലെ. +1 പോലെയല്ല, ഞാൻ +2 തകർത്ത് പഠിക്കും, ഞാൻ ഇത്തവണ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും +2 വന്നത്. പക്ഷെ +2 വന്ന് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീര്യം ചോർന്നു പോയോ എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് പഠിക്കാൻ പറ്റി കാണൂല അല്ലെ. +2 ഒരു നല്ല സ്റ്റാർട്ട് നിങ്ങൾക്ക് കിട്ടി കാണൂല. അങ്ങനെ നിങ്ങൾ വിചാരിച്ച പോലെ സ്റ്റാർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ബാച്ചിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ബാച്ചിന്റെ കാര്യം എന്ന് പറയാൻ നേരത്ത് അയ്യോ ബാച്ചിന്റെ പ്രൊമോഷൻ ആണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നിങ്ങൾക്കിപ്പോ ഒരു പഠിക്കാൻ പൈസയാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഫീസ് കുറച്ച് പ്രശ്നമാണ്, എനിക്ക് അത്രയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. ഇവിടെ ഞാൻ ആദ്യം ബാച്ചിനെ കുറിച്ച് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുവാണ്. നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുമെങ്കിൽ എഡ്യൂപോർട്ടിൽ നിങ്ങൾക്ക് +2 ജോയിൻ ചെയ്യാം. നമുക്ക് സൂപ്പർ ബാച്ച് എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ ബാച്ചിന് സൂപ്പർ ബാച്ച് എന്നാണ് പറയുന്നത്. ബാക്കി ഇപ്പൊ സൂപ്പർ ബാച്ചിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളുടെയും +2 എല്ലാ സബ്ജക്റ്റുകളുടെയും റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് സൂം ലൈവുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഇവിടെ. അതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ +1 +2 വരുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുള്ള 2 സബ്ജക്റ്റുകൾ, ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മാത്സും ആണ് അല്ലെ. അല്ലെങ്കിൽ ഇംഗ്ലീഷും മാത്സിലും പ്രശ്നമുള്ളവരായിരിക്കും മെജോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ഒരു 2 സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ഒരു ഗ്രാമർ ക്ലാസ്സും മാത്സിന്റെ ഒരു ബേസിക് ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുവാണ്. അത് നമ്മളെ പെയ്ഡ് കോഴ്സ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് ഫ്രീ ആയി തരുവാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാത്സിന്റെ ഇംഗ്ലീഷിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ഗ്രാമർ മുതൽ നിങ്ങൾക്ക് +2 ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓരോരോ പാർട്ടായിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. ഇനി മാത്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും ബേസിക്സ് മുതൽ ഏറ്റവും ബേസിക് മാത്സിന്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എടുത്ത സാധനമാണ്. അപ്പൊ എനിക്ക് അതിന്റെ അകത്ത് എന്താണുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും ബേസിക് മുതൽ, ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നിങ്ങൾക്ക് സംശയമാണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയ കൂട്ടാനും കുറയ്ക്കാനും മുതൽ +2 പഠിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യമായ ഈ +1 പഠിച്ചു നിർത്തിയ ഡിഫറൻസിയേഷൻ വരെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ടോപ്പിക് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബേസ് സെറ്റ് ആക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇതെല്ലാം കൂടി ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്താണോ സംശയം നിങ്ങൾ അതിരുന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ സെറ്റ് ആവും. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ ബാച്ചിൽ, അതായത് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, നമ്മളുടെ കോഴ്സിന്റെ ഫീ വരുന്നത് 6499 ആണ്. ഓക്കെ അല്ലേ? അത് നമ്മൾ വീണ്ടും ഡിസ്കൗണ്ട് ഇട്ട് 5499 ആണ്. ഒരു വർഷത്തേക്ക് മുഴുവൻ പഠിക്കുന്നതിന് അത്രയും ഫീസാണ് നമ്മൾ ആകെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു വർഷം നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററിൽ എത്ര രൂപ മുടക്കും, അതിന്റെ ഒരു എത്ര പെർസെന്റേജ് ആണ് ഇവിടെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിങ്ങൾ കൊടുക്കുന്നതിന്റെ ഒരു പകുതിയെ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഒരു വർഷം മേടിക്കുന്നത്. ഇനി അതിൽ ഒരു പ്രശ്നമുണ്ട്. ഈ 5499 സിംഗിൾ പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അത് നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് ഒരു 5499 5499 രൂപ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് തരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നമ്മളെല്ലാവരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ സെയിം ആവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒറ്റ എമൗണ്ട് ഇത്ര സിംഗിൾ പേയ്മെന്റ് ആയിട്ട് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ 3000 എന്ന് പറയുന്ന നിങ്ങൾക്ക് സിംഗിൾ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് 3000 rupees നിങ്ങൾക്ക് ആദ്യം അടച്ച് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ പകുതി വരെ ഞാൻ തരും, ബാക്കി പകുതി ഫീസ് അടച്ചാലേ തരൂ. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നിങ്ങൾക്ക് ഫുൾ ആക്സസ് തരും. കേട്ടല്ലോ, 3000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഫുൾ ആക്സസ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നിനെയും റെസ്ട്രിക്ട് ചെയ്യൊന്നുമില്ല. നിങ്ങൾ 3000 അടച്ച് കയറി അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ തരൂല്ല, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് തരും. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് എപ്പോൾ അടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് അടക്കാം.
ഓക്കെ, ബാക്കി 2499 എന്താണ് അടുത്ത 2 മാസം കഴിഞ്ഞ് ഞാൻ അടച്ചോളാം. ഇല്ല പോരാ, ഞാൻ ഒരു 3 മാസം കഴിഞ്ഞ് അടക്കുള്ളൂ, അല്ലെങ്കിൽ ഓണം എക്സാമിന്റെ സമയമാകുമ്പോഴായിരിക്കും ഞാൻ ബാക്കി 2499 അടക്കുന്നത്. അത് നിങ്ങൾക്ക് ബാക്കി എന്താണ് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല, താഴെ ഞാൻ സ്ക്രോൾ വിടാം. ഓക്കെ, അപ്പൊ താഴത്തെ ഒരു സ്ക്രോൾ പോകുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. 3000 അടച്ചാൽ നിങ്ങൾക്ക് ഫുൾ ആക്സസ്, +2 ഫുൾ ചാപ്റ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ബാക്കി എമൗണ്ട് പേ ചെയ്യാനുള്ള നിങ്ങൾ അപ്പൊ പറഞ്ഞാൽ മതി. ഇനി വേറെ 2 അഡീഷണൽ സാധനങ്ങൾ കൂടി ഉണ്ട് ഇവിടെ, അതായത് ഇംപ്രൂവ്മെന്റ് ബാച്ചസ്. ഇവിടെ ഇംപ്രൂവ്മെന്റ് ബാച്ചസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാലേ, നിങ്ങളിപ്പോ +1 കഴിഞ്ഞ് വന്നല്ലേ, നിങ്ങൾക്ക് മാത്സിന് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഫിസിക്സിന് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് മാർക്ക് കുറവാണ്, ഇത് പഠിക്കണ്ടേ? ഇത് പഠിക്കാൻ ഇനി നിങ്ങൾ വേറെ ട്യൂഷന് പോവോ? ഇല്ല. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ ഫ്രീ ആണ്. നിങ്ങൾ മാത്സ് ആണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഫിസിക്സ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ തരും. കേട്ടല്ലോ, അതിനുവേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി ലാബ് ക്ലാസ്സസുകൾ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഈ ജനുവരി ഒക്കെ ആയി കഴിയാൻ നേരത്തെ എല്ലാത്തിന്റെയും ലാബ് വരും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഏതാണ് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതിന്റെ എല്ലാത്തിന്റെയും ലാബുകൾ വരും. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ്. നിങ്ങൾ ഓഫ്ലൈൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ ഇതെല്ലാം കിട്ടുന്ന ഓൺലൈൻ സെന്ററുകൾ ഉണ്ടോ? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യുന്നത് ജൂലൈ 1 സ്കൂളിൽ പോയി കൃത്യമായിട്ട് എല്ലാവരും സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് അടക്കുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 3000 അടക്കുക, ജോയിൻ ചെയ്യുക. ബാക്കി നിങ്ങളുടെ സമയം പറയുക എന്ന് അടക്കാൻ പറ്റുമെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. എല്ലാവിധ സഹായങ്ങൾക്കും നമ്മളിവിടെ ഉണ്ട്.